എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അഭിലാഷമാണ് സ്വർഗത്തിൽ പോകണം. എന്നാൽ നമ്മൾ ആരെങ്കിലും ഈ സ്വർഗം കണ്ടിട്ടുണ്ട്? എല്ലാവരും ആഗ്രഹിക്കുന്നത് തന്നെ 5 നേരം നിസ്കരിച്ച് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനും ആഗ്രഹിക്കുന്നത് സ്വർഗത്തിൽ പോകണമെന്നാണ്. എന്നാൽ വെള്ളിയാഴ്ച പോലും പള്ളിയിൽ കയറാത്ത മുസ്ലിമും ആഗ്രഹിക്കുന്നത് അവന് റമളാനായാലും പെരുന്നാളായാലും ഒന്നും മാറ്റമില്ല. അവൻ എത്ര വലിയ നല്ല ദിവസം വന്നാലും അവൻ വെള്ളിയാഴ്ച പോലും പള്ളിയിൽ കയറൂല. അങ്ങനെ ചില ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവനും ആഗ്രഹിക്കുന്നത് സ്വർഗത്തിൽ പോകണമെന്ന്. അപ്പൊ എല്ലാവരുടെ ആഗ്രഹവും സ്വർഗത്തിൽ പോകണം. നിങ്ങൾ എന്താ ഇപ്പൊ നിക്കണേ? ഇരിക്കപ്പോ എല്ലാവരും ആഗ്രഹിക്കുന്നത് സ്വർഗത്തിൽ പോകാനാ. എങ്കിലും നമ്മൾ ആരും സ്വർഗം കണ്ടിട്ടില്ല. നമുക്കാകെ സ്വർഗത്തെ കുറിച്ചുള്ള അറിവ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗം കണ്ടിട്ട് വന്ന് പറഞ്ഞു തന്നു, ഇതാണ് സ്വർഗം. സ്വർഗത്തിന്റെ അനുഗ്രഹം ഇങ്ങനെയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്ന അറിവ് മാത്രമേ നമുക്കുള്ളൂ. കിതാബുകളിലൂടെ, ഖുർആനിലൂടെ, ഹദീസുകളിലൂടെ എന്താണ് സ്വർഗമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്ന അറിവ് വെച്ചപ്പോൾ തന്നെ നമ്മൾ സ്വർഗത്തെ വല്ലാതെ ആഗ്രഹിക്കുന്നു. എന്നിട്ടും അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് നിങ്ങൾക്ക് സ്വർഗത്തെ കുറിച്ച് എത്ര പറഞ്ഞു തന്നാലും മനസ്സിലാവൂല എന്നാ. കാരണം നമ്മുടെ ചിന്തകൾക്കപ്പുറമാ സ്വർഗം. നമ്മുടെ ചിന്തകൾക്കപ്പുറമാണ് അള്ളാഹുവിന്റെ സ്വർഗം. കാരണം മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിലെ ഒരു മരത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, ഒരു തണൽ വൃക്ഷം. അള്ളാഹുവിന്റെ സ്വർഗത്തിലെ ഒരു തണൽ വൃക്ഷത്തെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ ഒരു മരത്തിന്റെ ചുവട്ടിലൂടെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനം എടുത്തിട്ട് ആ മരത്തിന്റെ ചുവട്ടിലൂടെ ഒരു മനുഷ്യൻ 100 കൊല്ലം സഞ്ചരിച്ചാലും ലാ യഖ്തഉഹ, അവൻ ആ സ്വർഗത്തിലെ ഒരു മരം വിട്ടുകിടക്കാൻ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിലെ ഒരു മരത്തിന്റെ ചുവട്ടിൽ കൂടെ 100 കൊല്ലം ഏറ്റവും കൂടുതൽ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിൽ സഞ്ചരിച്ചിട്ട് വിട്ടുകിടക്കുന്നില്ലെങ്കിൽ ആ മരത്തിന്റെ വലിപ്പം ഒന്ന് ചിന്തിക്ക്. നമ്മുടെ ചിന്തയ്ക്ക് പറ്റണില്ല. അതുകൊണ്ടാ ഖുർആൻ പറഞ്ഞത് നിങ്ങളുടെ ചിന്തകൾക്ക് അപ്പുറമാ. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ നിസ്കരിക്കുന്നതും ഖുർആൻ ഓതുന്നതും നോമ്പ് പിടിക്കുന്നതും സദഖ കൊടുക്കുന്നതും സ്വലാത്ത് പറയുന്നതും എല്ലാ തിരക്കുകളും കളഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുന്നതും ഇതെല്ലാം സ്വർഗത്തിൽ പോകാൻ. ആ സ്വർഗം കണ്ടു കഴിഞ്ഞാൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ സ്വർഗത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ, ആ സ്വർഗം കണ്ടാൽ, ആ സ്വർഗത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്ന അറിവുകൾ നമുക്ക് കേട്ടപ്പോൾ തന്നെ നമുക്ക് ഏറ്റവും വലിയ ആഗ്രഹം സ്വർഗമായി മാറി. അള്ളാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗം കണ്ടു കഴിഞ്ഞാൽ ആരായാലും എന്റെ പ്രിയമുള്ളവരെ, ഒരു പ്രവാചകന്റെ ചരിത്രം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഈ പ്രവാചകന്റെ ചരിത്രം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താ സ്വർഗമെന്ന്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു പ്രവാചകന്റെ ചരിത്രം പറഞ്ഞു തരുന്ന ഏതു പ്രവാചകൻ? മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാം. ജീവിച്ചിരിക്കുന്ന പ്രവാചകനാണ് ഇദ്രീസ് നബി അലൈഹിസ്സലാം. ഇദ്രീസ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പ്രവാചകൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇദ്രീസ് നബി അലൈഹിസ്സലാമും അസ്റായിൽ അലൈഹിസ്സലാമും തമ്മിൽ വലിയ കൂട്ടുകാരായിരുന്നു. ഇദ്രീസ് നബിയെ കാണുന്നതിന് വേണ്ടി മലക്കുൽ മൗത്ത് ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. അങ്ങനെ രണ്ടുപേരും വല്ലാത്ത സ്നേഹബന്ധത്തിലാണ്. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ ഒരിക്കൽ ഇദ്രീസ് നബിയുടെ മുന്നിലേക്ക് അസ്റായിൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നപ്പോൾ കിട്ടിയ അവസരം പാഴാക്കിയില്ല. ഇദ്രീസ് നബി അലൈഹിസ്സലാം പറഞ്ഞു, മരണത്തിന് വല്ലാത്ത വേദനയാണ്. അള്ളാഹു പറയുന്നുണ്ട് മരണത്തിന് വല്ലാത്ത വേദനയാണെന്ന്. അതുകൊണ്ട് ആ മരണത്തിന്റെ വേദന എന്താണെന്ന് എനിക്കറിയണം. എന്താണ് മരണത്തിന്റെ വേദന? ആ മരണത്തിന്റെ വേദന എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞാൽ എനിക്കതിനു വേണ്ടി തയ്യാറെടുക്കാമല്ലോ. ആ വേദനയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ എനിക്ക് ചെയ്യാമല്ലോ. അതുകൊണ്ട് അസുറായിലേ, നീ എന്നെയൊന്ന് മരിപ്പിക്കണം, എന്നിട്ട് എനിക്ക് ജീവനെ തിരിച്ചു തരണം. ഇദ്രീസ് നബി അലൈഹിസ്സലാം മലക്കുൽ മൗത്തിനോട് അവിടെന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിനോട് ഇദ്രീസ് നബിയുടെ ആഗ്രഹം അസ്റായിൽ പറയുകയാണ്. അള്ളാഹു പറയുന്ന ഇദ്രീസ് നബി അലൈഹിസ്സലാമിന്റെ റൂഹ് പിടിച്ചിട്ട് തിരിച്ചു കൊടുക്കാൻ. അങ്ങനെ ഇദ്രീസ് നബി അലൈഹിസ്സലാമിന്റെ കാലിന്റെ തള്ളവരിൽ നിന്ന് മലക്കുൽ മൗത്ത് റൂഹ് പിടിക്കുകയാണ്. അവിടത്തെ റൂഹങ്ങ് പിടിച്ചു കഴിഞ്ഞു. ഇദ്രീസ് നബി അലൈഹിസ്സലാം മരണപ്പെട്ടു കഴിഞ്ഞു. അതാ മരിച്ചു കഴിഞ്ഞപ്പോ അള്ളാഹു പറയുന്ന റൂഹങ്ങ് തിരിച്ചു കൊടുക്കാൻ. അതാ റൂഹ് അവിടെന്ന് തിരിച്ചു കൊടുക്കുകയാണ്. ഇദ്രീസ് നബി അലൈഹിസ്സലാമിന് ജീവന് തിരിച്ചു കിട്ടി. അതാ ഇദ്രീസ് നബി പറയുന്നു, അസുറായിലേ,
മരണത്തിന് വല്ലാത്ത വേദനയാണ് അസുറായീൽ. ഇത് ലോകത്തൊരു മനുഷ്യനമ താങ്ങാൻ കഴിയാത്ത വേദനയാണ്, ചിന്തിക്കാൻ കഴിയാത്ത വേദനയാണ്. അവിടുന്ന് ഇദ്രീസ് നബി അലൈഹിസ്സലാം അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാ, എന്റെ പ്രിയമുള്ളവരെ. എന്നിട്ട് ഇദ്രീസ് നബി അസുറായിൽ എന്ന് പറയുന്ന മലക്കിനോട് പറയുകയാണ്, എനിക്ക് രണ്ടാമതൊരാഗ്രഹം കൂടെയുണ്ട്. എന്താണ് രണ്ടാമത്തെ ആഗ്രഹം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ ഭയാനകമായ നരകമുണ്ടല്ലോ, അല്ലാഹുവേ വർഷങ്ങളോളം കത്തിച്ച നരകത്തിന്റെ തീയുണ്ടല്ലോ, അസുറായിലേ എനിക്ക് ആ നരകമൊന്ന് കാണണം അസുറായീൽ, എനിക്കൊന്ന് നരകം കാണണം. അല്ലാഹുവേ ഇദ്രീസ് നബി അലൈഹിസ്സലാമിന്റെ ആഗ്രഹമാണ്. മലക്കുൽ മൗത്ത് അല്ലാഹുവിനോട് അനുവാദം ചോദിക്കുകയാണ്. പടച്ച റബ്ബ് അവിടുന്ന് അനുവാദം കൊടുത്തു നരകമൊന്ന് കാണിച്ചു കൊടുക്കാൻ. അസ്റായീൽ അലൈഹിസ്സലാമിനെ അവിടുന്ന് നരകമിങ്ങനെ, അസ്റായീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, ഇദ്രീസ് നബിക്ക് നരകമിങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ഇദ്രീസ് നബി കണ്ടിട്ട് പറയുന്നു, അസ്റായീൽ, ഏതെങ്കിലും ഒരു മനുഷ്യനെ നരകത്തെ കണ്ടിരുന്നെങ്കിൽ അല്ലാഹുവേ അവന് പടച്ച റബ്ബിന് എതിര് പ്രവർത്തിക്കില്ലായിരുന്നു. അങ്ങനെ ഇദ്രീസ് നബി നരകവും കണ്ടു. മൂന്നാമതായിട്ട് ഇദ്രീസ് നബി പറയുന്നു, എനിക്കൊരാഗ്രഹം കൂടെയുണ്ട്, പറ്റില്ല എന്ന് നീ പറയരുത്, എന്റെ ആഗ്രഹം നീ സ്വാധിച്ചു തരണം, എന്ത് വന്നാലും എനിക്ക് സ്വാധിച്ചു തരണം. ഇദ്രീസ് നബി അവിടുന്ന് മൂന്നാമതായി പറഞ്ഞതെന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗം എനിക്കൊന്ന് കാണണം അസ്റായീൽ, ആ സ്വർഗം എനിക്കൊന്ന് കാണിച്ചു തരുമോ അസ്റായീൽ? ഇദ്രീസ് നബിയുടെ മൂന്നാമത്തെ ആഗ്രഹമാണ്. മലക്കുൽ മൗത്ത് അല്ലാഹുവിനോട് അനുവാദം ചോദിച്ചു. അല്ലാഹു കാണിച്ചു കൊടുക്കാൻ പറയുകയാണ്. അങ്ങനെ ഇദ്രീസ് നബിയും അസ്റായീൽ അലൈഹിസ്സലാമും രണ്ടുപേരും കൂടെ സ്വർഗത്തിന്റെ മുന്നിലെത്തി. ഇദ്രീസ് നബിയോട് മലക്കുൽ മൗത്ത് പറയുന്നു, നബിയേ, ആ കാണുന്നതാണ് സ്വർഗം, ആ കാണുന്നതാണ് സ്വർഗം, കേറി കണ്ടിട്ടു പെട്ടെന്ന് ഇറങ്ങി വരണേ നബിയേ. ഇദ്രീസ് നബി അലൈഹിസ്സലാമിനോട് അവിടെ നിന്ന് പറഞ്ഞു, അതാണ് സ്വർഗം, എനിക്കതിനകത്തേക്ക് കയറാൻ അനുവാദമില്ല, അതുകൊണ്ട് കണ്ടിട്ടു പെട്ടെന്ന് വരണം, ഞാനിവിടെ നിൽക്കാം. അസ്റായീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ സ്വർഗത്തിന്റെ വെളിയിൽ നിൽക്കാം, നബി പോയി കണ്ടിട്ടു പെട്ടെന്ന് ഇറങ്ങി വരണം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇദ്രീസ് നബി അലൈഹിസ്സലാം സ്വർഗത്തിന്റെ അകത്തേക്ക് കടന്നു ചെന്നു. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലേക്ക് കടന്നു ചെന്നു. ആ സ്വർഗത്തിലെ അരുവികളും, ആ സ്വർഗത്തിലെ തോട്ടങ്ങളും, ആ സ്വർഗത്തിലെ പഴങ്ങളും, ആ സ്വർഗത്തിലെ കൊട്ടാരങ്ങളും അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആന് പരിചയപ്പെടുത്തിയ ആ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് നടുവിലൂടെ ഇദ്രീസ് നബി ഇങ്ങനെ നടക്കുകയാ. മനോഹരമായ പഴങ്ങൾ, ആട്ടുകട്ടിൽ, എന്റെ പ്രിയമുള്ളവരെ, മനോഹരമായ കൊട്ടാരങ്ങൾ, അതിലുണ്ടു മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, താരാട്ടുപാടാൻ തോഴിമാർ പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്. ഇദ്രീസ് നബി സ്വർഗത്തിലൂടെ ഇങ്ങനെ നടന്നു കാണുകയാണ്. ഹുറുല്യങ്ങളായ പെണ്ണുങ്ങൾ, സ്വർഗത്തിലെ കൊട്ടാരങ്ങൾ, കള്ളിന്റെ ആറ്, തേനിന്റെ പുഴ, പാലിന്റെ നദി, ഏതെങ്കിലും മനോഹരമായ പല പല കളറുകളുള്ള പല രീതിയിലുള്ള പഴങ്ങൾ, ഇതെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കുകയാണ്. അവസാനം ഇങ്ങനെ കണ്ടുകൊണ്ട് നടന്നിട്ട് സ്വർഗത്തിന്റെ ആ കവാടത്തിന്റെ മുന്നിലേക്ക് വന്നു. അസ്റായീൽ അലൈഹിസ്സലാം വെളിയിൽ ഇങ്ങനെ കാത്തു നിൽക്കുന്നു. വാ നബിയെ, ഇറങ്ങി, ഞാൻ വരൂല. നിങ്ങൾ ചിന്തിക്കണം. ഇദ്രീസ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, നബിയെ, വാ നബി, ഇറങ്ങി, ഞാൻ വരൂല, നീ പൊക്കോ, ഞാൻ ഇറങ്ങി വരൂല. ഇദ്രീസ് നബിയോട് പറഞ്ഞു, നബിയെ, നിങ്ങൾ ഇറങ്ങി വരാന്ന് പറഞ്ഞതല്ലേ, വാ നബിയെ, പോകാം, ഞാൻ വരൂല, അല്ല എന്നെ ഇതിൽ നിന്ന് ഇറക്കി വിട്ടാലേ ഇനി ഞാൻ വരത്തുള്ളൂ. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ അസ്റായീൽ അലൈഹിസ്സലാമും ഇദ്രീസ് നബിയും കൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി. രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ പറഞ്ഞു വിട്ടു മധ്യസ്ഥനായിട്ട്. അങ്ങനാണല്ലോ, രണ്ടുപേര് തമ്മിൽ വഴക്കുണ്ടാകുമ്പോ, പ്രശ്നമുണ്ടാകുമ്പോ ഒരു മസ്ലഹത്തിന് വേണ്ടി മൂന്നാമതൊരാൾ വരും.
അങ്ങനെ മലക്ക് വന്നിട്ട് ആദ്യം അസ്രായിൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, എന്തേ പ്രശ്നം എന്തേ? അസ്രായിൽ അലൈഹിസ്സലാം നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇദ്രീസ് നബിയുടെ അടുക്ക പോയിട്ട് ചോദിച്ചു, എന്തേ നബി ഇറങ്ങിപ്പോകാത്തെ? എന്റെ പ്രശ്നം എന്തേ ഇറങ്ങിപ്പോകാത്തെ? ഇദ്രീസ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ ഇറങ്ങൂല. ഇനി എന്നെ അള്ളാഹു ഇവിടെ നിന്ന് ഇറക്കി വിടണം. അതിന് കാരണം 3 കാരണങ്ങളാ പറഞ്ഞേ. ഇദ്രീസ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് 3 കാരണങ്ങൾ പറഞ്ഞു. ഒന്നാമത്തെ കാരണം, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുന്നുണ്ട്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഒന്നാമതായിട്ട് ഇദ്രീസ് നബി പറഞ്ഞ മറുപടി, അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എല്ലാവരും മരണത്തിന്റെ വേദന അനുഭവിക്കുമെന്ന് പടച്ച റബ്ബ് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ജീവിതത്തിൽ ഒരിക്കലും മരണത്തിന്റെ വേദന എന്താണെന്ന് എല്ലാവരും അനുഭവിക്കും. അത് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. ആ മരണത്തിന്റെ വേദന ഞാൻ അനുഭവിച്ചു, ഇനി എനിക്ക് വയ്യ. എല്ലാവരും മരിക്കും, ജീവിതത്തിൽ ഒരിക്കലേ മരിക്കൂ, ഞാൻ മരിച്ചു. ആ മരണത്തിന്റെ വേദന എന്താണെന്ന് ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. രണ്ടാമതായിട്ട് ഇദ്രീസ് നബി പറഞ്ഞത്, അവിടെ നിന്ന് പറഞ്ഞു ലാ യമുസ്സുഹും ഫീഹാ നസബ്. അവിടെ നിന്ന് രണ്ടാമതായി പറഞ്ഞു, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുന്നു. രണ്ടാമത്തെ മറുപടി, നരകം എല്ലാവരും അവരുടെ കണ്ണുകൊണ്ട് കാണുമെന്ന് പടച്ച റബ്ബ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നരകം എന്റെ കണ്ണുകൊണ്ട് കണ്ടു. നരകം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. മൂന്നാമതായിട്ട് ഇദ്രീസ് നബി പറയുകയാണ്, ലാ യമുസ്സുഹും ഫീഹാ നസബുൻ വമാ ഹും മിൻഹാ ബിമുഖ്റജീൻ. സ്വർഗ്ഗത്തിന്റെ അകത്തൊരാൾ കയറി കഴിഞ്ഞാൽ പിന്നെ റബ്ബ് ഇറക്കി വിടൂല. മൂന്നാമത്തെ കാര്യം, സ്വർഗത്തിന്റെ അകത്തൊരാൾ കയറി കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ അനുഗ്രഹങ്ങളൊക്കെ അവിടെ നിലനിൽക്കുന്നതായി ഇറക്കി വിടൂല. അതുകൊണ്ട് മരണത്തിന്റെ വേദനയും ഞാൻ അറിഞ്ഞു, നരകവും ഞാൻ കണ്ടു. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് സ്വർഗത്തില. ഇവിടെ നിന്ന് എന്നെ അള്ളാഹ് ഇറക്കി വിട്ടാലല്ലാതെ ഞാൻ ഇറങ്ങി വരില്ല. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മലക്കിനോട് പറഞ്ഞു, ബിഇദ്നി ദഖല ബി അംരി ഫഖല്ലി മിനസ് സബീൽ. വിട്ടേക്കാൻ പറഞ്ഞു. അവിടെ വിട്ടേക്കാൻ. ഇന്നും ആ പ്രവാചകൻ സ്വർഗത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഞാൻ പറഞ്ഞത്, ഒരു പ്രവാചക സ്വർഗത്തിൽ കയറാൻ വേണ്ടി ചെയ്ത വലിയ തന്ത്രപരമായിട്ടുള്ളൊരു നീക്കം നോക്കുക. അള്ളാഹുവിന്റെ സ്വർഗം കണ്ടു കഴിഞ്ഞപ്പോ അവിടെ നിന്ന് ഇറങ്ങി വരാൻ മനസ്സില്ലാതെ ഇദ്രീസ് നബി അവിടെ നിന്ന് പറഞ്ഞ മറുപടിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതാണ് അള്ളാഹുവിന്റെ സ്വർഗം. ഈ സ്വർഗമാണ് ഞാനും നിങ്ങളും കുതിക്കുന്നത്. പക്ഷെ നമുക്ക് ആർക്കും കഷ്ടപ്പെടാൻ വയ്യ. ഓസിന് എങ്ങനെ കയറി പോകാം, അതാ നോക്കണേ. എല്ലാവർക്കും ഓസിന് കയറി പോണം. ഒരു നല്ല കാര്യവും ആ സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു സൽക്കർമ്മവും എനിക്കും നിങ്ങൾക്കും ചെയ്യാൻ വയ്യ. എങ്ങനെയെങ്കിലും ഓസിന് രക്ഷപ്പെടാൻ പറ്റുമെന്ന അള്ളാഹു ചോദിക്കുകയാണ്. അം ഹസിബുതും മൻ തദ്ഖുലുൽ ജന്ന. ചങ്ങാതി, സ്വർഗം വെറുതെ കിട്ടുമെന്ന് നീ കരുതിയോ? അള്ളാഹു ചോദിക്കുകയാ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ചോദിക്കുകയാണ്, അം ഹസിബുതും മൻ തദ്ഖുലുൽ ജന്ന ഫലമ്മാ യഅതികും മസലുൽ ലദീന ഖലവു മിൻ ഖബലികും. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, പെങ്ങളെ വെറുതെ അങ്ങ് കേറി പോകാമെന്ന് നീ കരുതിയോ? അള്ളാഹുവിന്റെ സ്വർഗം അങ്ങ് വെറുതെ കിട്ടുന്നതല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ആ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ എന്തെല്ലാം നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുമോ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യണേ. അതൊക്കെ നമുക്ക് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരോട് അങ്ങനെ സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു അവസരമാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ട് നമ്മൾ കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഈ നിൽക്കുന്ന മാസമേതാണ്, ഇവിടെ പറയാൻ പോകുന്ന മാസമേതാണ്? അല്ലാഹുമ്മ ബാരിക്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇവിടെന്ന് പറഞ്ഞില്ലേ, റജബുൻ ശുഹ്റുല്ലാഹ് വ ശഅബാനു ശഹ്രീ. അല്ലാഹുവിന്റെ മാസമാണ് റജബ് മാസം. അല്ലാഹുവിന്റെ മാസമാണ് റജബ് മാസം. വ ശഅബാനു ശഹ്രീ. എന്റെ മാസമാണ് ശഅബാൻ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്ന ആ ശഅബാൻ പടച്ചവന് വിട പറയാ മണിക്കൂറുകളെ നമ്മുടെ മുന്നിൽ ഇനി ബാക്കിയുള്ളൂ. അനുഗ്രഹങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധമായ റമളാൻ മാസങ്ങളുടെ
നേതാവായ റമളാൻ, ലക്ഷങ്ങളെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന, അതാ കടത്തി കൊണ്ടുപോകുന്ന റമളാൻ, ആ റമളാൻ പടിവാതിൽ വന്ന് നിൽക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, റജബ് നമ്മളെല്ലാവരും മറന്നു, ശഅബാനും നമ്മൾ മറന്നു കഴിഞ്ഞു. എന്റെ പ്രിയമുള്ളവരെ, എല്ലാവരും ശഅബാൻ, പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, ശഅബാന് ജനങ്ങൾ മറന്നു പോകുന്ന മാസമാണ്, ജനങ്ങൾ മറന്നു പോകുന്ന മാസമാണ്. ഈ സദസ്സിലിരിക്കുന്നവരോട് ചോദിക്കട്ടെ, നിങ്ങൾ ആരാ ഒരുങ്ങിയിട്ടുള്ളത്? നാളെ കഴിഞ്ഞ റമളാനാണ്, നാളെ കഴിഞ്ഞ റമളാനാണ്. റമളാൻ വന്നിട്ടല്ല നന്നാകേണ്ടത്, റമളാൻ വന്നിട്ടല്ല ഒരുങ്ങേണ്ടത്. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് സമയമാകുമ്പോ 5 നേരം ഹയ്യ അല സ്വലാ, ഹയ്യ അലൽ ഫലാഹ്. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് സമയമാകുമ്പോ ബാങ്ക് വിളിക്കും, അപ്പോഴാണ് നിസ്കരിക്കേണ്ടത്. പള്ളിയിൽ നിന്ന് സമയമാകുമ്പോ 5 നേരം ബാങ്ക് വിളിക്കും, അപ്പോഴാണ് പള്ളിയിൽ പോയി നീ നിസ്കരിക്കേണ്ടത്. എന്റെ പ്രിയമുള്ളവരെ, ദുൽഹജ്ജ് മാസം കടന്നു വന്നു. ഹജ്ജിന് പോകാനുള്ള പണം നിന്റെ കയ്യിലുണ്ട്. ഹജ്ജിന്റെ മാസത്തിൽ നീ മക്കത്ത് പോയി ഹജ്ജ് ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, 3 സക്കാത്ത് കൊടുക്കാൻ നീ അർഹനാണ്. നിന്റെ കയ്യിൽ ഒരുപാട് സമ്പത്തുണ്ട്, അപ്പോൾ നീ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. അപ്പോൾ നീ അതാ നിന്റെ കയ്യിൽ പണമുണ്ടാകുന്ന സമയത്ത് നീ സക്കാത്ത് കൊടുക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, മുത്തുനബി അവിടെന്ന് പറഞ്ഞതെന്തെന്നറിയുമോ? റമളാൻ വരുമ്പോ നോമ്പ് പിടിക്കണമെന്നല്ല, റമളാൻ വരുമ്പോ ഒരുങ്ങണമെന്നല്ല. അവിടെന്ന് പറഞ്ഞു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ ശഹ്റു റമളാൻ. മാസങ്ങൾക്ക് മുമ്പേ ഒരുങ്ങണേ, മാസങ്ങൾക്ക് മുമ്പേ ഒരുങ്ങണേ. 2 മാസം മുമ്പ് നീ ഒരുങ്ങണേ എന്ന് മുത്തുനബി അവിടെ നിന്ന് പറയുമ്പോ, എല്ലാവരും ഇലക്ഷന്റെ തിരക്കിലായിരുന്നു. റജബും പോയി, ശഅബാനും പോയി, ഇനി റമളാനും കളയാനിരിക്കുകയാണ്. ഇത്രയും നാളും 23-ാം തീയതി വരെ ഇലക്ഷന്റെ തിരക്കായിരുന്നു. ഇന്നിപ്പോൾ വോട്ട് കഴിഞ്ഞു. ഇനി അടുത്ത ചിന്ത, ആരാണ് പൊട്ടുന്നത്, ആരാണ് പരാജയപ്പെടുന്നത്, ആരാണ് വിജയിക്കുന്നത്? ആരും ഒരുങ്ങുന്നില്ല, ആരും തയ്യാറാകുന്നില്ല, ആരും ഈ മാസത്തിന് മഹത്വം മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, ഈ അവസാന സമയത്ത് ശഅബാൻ വിട പറയാ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. ഈ മാസം സാധാരണ മാസമല്ല, ഈ ശഅബാൻ നിസാര മാസമല്ല. ഈ മാസത്തിനൊരു മഹത്വമുണ്ട്, ഈ മാസത്തിനൊരു മഹത്വമുണ്ട്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാസമാണ് ശഅബാൻ. അതുകൊണ്ട് കഴിഞ്ഞതൊക്കെ കഴിയട്ടെ, ഇനിയുള്ള മണിക്കൂറുകളെങ്കിലും നിനക്കൊന്ന് സൂക്ഷിക്കാൻ കഴിയുമോ? ഇനിയുള്ള മണിക്കൂറുകളെങ്കിലും ഈ മാസത്തിന്റെ മഹത്വം നിനക്കൊന്ന് മനസ്സിലാക്കാൻ, ഈ മാസത്തിനെ ഒന്ന് ബഹുമാനിക്കാൻ, ഈ മാസത്തിന്റെ പവിത്രത നിനക്കൊന്ന് മനസ്സിലാക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന് അവിടെ നിന്ന് ഈ ശഅബാനിന്റെ മഹത്വം പറയുന്നുണ്ട്. റബ്ബേ, മുത്തുനബിയുടെ മാസത്തിനെ ബഹുമാനിച്ചവരിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ, ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചാ പോയി നിസ്കരിക്കണം. ഹജ്ജിന്റെ ദുൽഹജ്ജ് മാസം കടന്നു വന്ന പൈസ ഉണ്ടെങ്കിൽ പോയി ഹജ്ജ് ചെയ്യണം. 3 സക്കാത്ത് കൊടുക്കാൻ നീ അർഹനാണെങ്കിൽ പൈസ കൊടുക്കണം.